പുഞ്ചിരിമട്ടത്ത് പോകുമ്പോഴും നമ്മൾ കണ്ടത് അത്രയും ഭീകരമായ ഒരു കാഴ്ചയല്ലേ. ഈ സ്ഥലം മുഴുവൻ സ്ട്രെച്ചിൽ ടി വി പ്രസാദ് പോയി. എത്ര തവണ കയറി ഇറങ്ങി മുകളിൽ? രാവിലെ വിവരം അറിഞ്ഞ ഉടനെ തന്നെ തിരുവനന്തപുരത്ത് വണ്ടി എടുത്ത് വിട്ടതാണ്. അപ്പോൾ നമ്മൾ ആ സമയത്തൊക്കെ വിഷ്വൽ കാണുന്നുണ്ടല്ലോ, ആ വിഷ്വൽ കണ്ടതും ഇവിടെ എത്തിയിട്ട് നമ്മൾ നേരിട്ട് കാണുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അതായത് നമ്മൾ എത്ര ശ്രമിച്ചാലും ആ നേരിട്ട് കാണുന്നതിൻ്റെ ആ ഒരു ഫീലിംഗ് നമുക്കൊരിക്കലും ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് അരുണ് പറഞ്ഞതുപോലെ നമ്മൾ ഏറ്റവും മുകളിലേക്ക് പോയതും ഏറ്റവും ആദ്യം തകർന്ന വീട് നമ്മൾ കാണിക്കുന്നതൊക്കെ ഇതുകൊണ്ടാണ്. അത്ഭുതകരമായ കാര്യം, ടി വി പ്രസാദ് അന്ന് റിപ്പോർട്ട് ചെയ്തപ്പോൾ അത് തുടങ്ങിയ സ്ഥലത്തുള്ള ആദ്യത്തെ വീടിന് കാര്യമായ ഒരു നാശം ഒന്നും സംഭവിച്ചില്ല. അവിടെ നിന്നാണ് തുടങ്ങുന്നത്. അവിടുന്ന് വീതി കുറവാണല്ലോ. അവിടുന്ന് തുടങ്ങി ഇങ്ങനെ വീതി കൂടി കൂടി വരുമ്പോഴാണ് ഇത് വിഴുങ്ങി 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 ഇങ്ങനെ പോകുന്ന ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നത്. യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ഈ ഫ്രെയിമിൽ കാണുന്നതും യഥാർത്ഥത്തിൽ അവിടെ ഉള്ളത് കണ്ണൂർ അരുൺ സാറിന് ഇന്നത് ഫീൽ ചെയ്തതല്ലേ, സ്റ്റുഡിയോയിലുള്ളതല്ലല്ലോ ഇത്. അപ്പം നേരിട്ട് കാണുന്ന സാധനം നമുക്ക് മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് നമ്മൾ എല്ലാ സ്ഥലത്തേക്കും കയറി പോകുന്നത് തന്നെ. പക്ഷേ അരുൺ, നമുക്കിപ്പം അവിടെയുള്ളവർ, ഇപ്പം രവിയേട്ടനെ പോലെയുള്ള മനുഷ്യരൊക്കെ അവിടുത്തെ കാര്യം നമ്മളോട് പറയുന്നുണ്ടല്ലോ, ഇങ്ങനെയായിരുന്നു. പക്ഷേ പിന്നെ അതും ഇതുമായിട്ട് നമുക്ക് സങ്കല്പിക്കാനേ പറ്റുന്നില്ല. ഇന്ന് ഞാനും അരുണൊക്കെ അവിടെ ഗ്ലാസ് ബ്രിഡ്ജിൽ പോയി നിൽക്കുമ്പോൾ അവിടുത്തെ അബ്ദുൽ ഷുക്കൂറോട് നമ്മളോട് എന്താ പറഞ്ഞത്, ഇവിടെ എല്ലാം വീടുണ്ടായിരുന്നു, നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ലല്ലോ. അപ്പോൾ മാത്രമല്ല, ഇന്ന് അലവി പറഞ്ഞു കണ്ടില്ലേ, നമ്മൾ നിന്നതൊരു സുബ്രഹ്മണ്യൻ്റെ വീട്ടിലാണ്. അതെ, അതിൻ്റെ മുകളിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇതിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യാൻ പോയതിൽ 95% ആളുകളും നടന്നത് ഉറപ്പായിട്ടും മനുഷ്യ ശരീരത്തിൻ്റെ മുകളിലൂടെ ആയിരിക്കും, അല്ലെങ്കിൽ വീടുകളുടെ മുകളിലൂടെ ആയിരിക്കും. ശരിയാ. ഈ ഒരു ഭീകരത നമ്മൾ ഇനി എത്ര വിചാരിച്ചു കഴിഞ്ഞാലും നേരിട്ട് കാണിക്കുന്നതിൻ്റെ ഒരു ഫീലിംഗ് നമുക്ക് ഈ വിഷ്വലിലൂടെ ജനങ്ങൾക്ക് എത്തിക്കാൻ പറ്റും.